തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വായനാ ചാലഞ്ചിൽ മികവ് തെളിയിച്ച 64 വിദ്യാർത്ഥികൾക്ക് നാളെ തിരുവനന്തപുരത്തേക്ക് സ്വപ്നതുല്യമായ വിമാനയാത്ര. 3885 കുട്ടികളിൽ നിന്നാണ് ഈ മിടുക്കരെ തെരഞ്ഞെടുത്തതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ ചാലഞ്ചിൽ മികവ് തെളിയിച്ച 64 വിദ്യാർത്ഥികൾ നാളെ വിമാനമാർഗം തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. താലൂക്കിലെ 3885 കുട്ടികളിൽ നിന്നാണ് ഈ മിടുക്കരെ തിരഞ്ഞെടുത്തത്. ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളും സംഘത്തെ അനുഗമിക്കും. നാളെ രാവിലെ 7:45 വിമാനത്തിലാണ് യാത്ര. വിമാനത്താവളത്തിൽ വെച്ച് VK സനോജ് MLA, ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി PK വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘത്തിന് യാത്രയയപ്പ് നൽകും. തിരുവനന്തപുരത്തെത്തുന്ന സംഘം നിയമസഭാ മന്ദിരം, കോവളം ബീച്ച്, മൃഗശാല, ലൈബ്രറി കൗൺസിൽ ആസ്ഥാന മന്ദിരം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ബാലാവകാശ കമ്മീഷൻ ആസ്ഥാനം എന്നിവ സന്ദർശിക്കും. തുടർന്ന് 24 രാവിലെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തുന്ന സംഘത്തെ കാരായി രാജൻ MLA നേതൃത്വത്തിൽ സ്വീകരിക്കും. കുട്ടികൾക്ക് പുസ്തകങ്ങളുമായി ഹൃദയബന്ധമുണ്ടാക്കാൻ സംഘടിപ്പിച്ച ഈ പരിപാടി ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലാണെന്ന് താലൂക്ക് ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ, പ്രസിഡന്റ് പവിത്രൻ മുഖേരി, U ബ്രിജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഈ വേനൽ അവധിക്കാലത്ത് താലൂക്കിലെ 276 വായനശാലകളിലും വായനാ ചലഞ്ച് എന്ന പേരിൽ 18 വയസ്സുവരെയുള്ളവർക്കായി വായനയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിനു വേണ്ടി, അവരെ ആകർഷിക്കുന്നതിനു വേണ്ടി, വായനശാലയിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിനു വേണ്ടി ഒരു വിപുലമായ വായനാ ചലഞ്ച് സംഘടിപ്പിച്ചു. ആ ചലഞ്ച് ഏപ്രിൽ 19-ാം തീയതി ആരംഭിച്ച് മെയ് 31 വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു. ഗോൾഡൻ ചലഞ്ച്, സിൽവർ ചലഞ്ച്, ബ്രോൺസ് ചലഞ്ച്, ഈ 3 തരത്തിലാണ് ഈ പരിപാടിയിൽ കുട്ടികൾക്ക് പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നത്. ഗോൾഡൻ ചലഞ്ച് 30 പുസ്തകങ്ങളും 4500 പേജും 100 പോയിന്റും നേടുക എന്നതായിരുന്നു കുട്ടികളുടെ മുമ്പിൽ ഞങ്ങൾ വെച്ചിട്ടുള്ള ഒരു ചലഞ്ച്. ആ ചലഞ്ച് അച്ചീവ് ചെയ്തുകൊണ്ട് 64 കുട്ടികൾ മനസ്സ് നിറയെ വായിക്കാം, വിമാനത്തിൽ പറക്കാം എന്ന സന്ദേശവുമായി നാളെ കാലത്ത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയാണ്. താലൂക്ക് ഭാരവാഹികളടക്കം 77 പേരാണ് ആ വിമാനയാത്രയിൽ പങ്കെടുക്കുന്നത്. അതത് വായനശാലകളാണ് വിമാനയാത്രക്കുള്ള കാശ്, കുട്ടികൾക്കുള്ള കാശ് കണ്ടെത്തിയിട്ടുള്ളത്.